Hello friends, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർസ്കോച്ച് കേക്ക് ആണ്. അതിന് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് 1.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള ഉപ്പും ഇട്ട് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ഓഫ് മെത്തേഡാണ് നമ്മൾ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നത്.
നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.